ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം LGS എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വാച്ച്മാൻ, ഗാർഡ്, അങ്ങനെ കുറച്ച് ടെസ്റ്റുകളിലേക്കുള്ളൊരു എക്സാമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും റിലേറ്റഡ് ഫാക്ട്സ് അടക്കം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ക്വസ്റ്റ്യൻസൊക്കെ SCRT പാഠഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഫുള്ള് കാണാം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഈ ഓരോ ക്വസ്റ്റ്യൻസിലും വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCRT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. കമ്പനി ബോർഡ്, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ LDC എന്നീ ടെസ്റ്റുകളിലേക്കുള്ള SCRT ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഓരോ ദിവസവും ഓരോ പ്ലേലിസ്റ്റായിട്ട് തരുന്നുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. കമ്പനി ബോർഡ്, LGSനും 10th പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ വേറെയാണ്, അധികം ചാപ്റ്റേഴ്സ് വരുന്നില്ല. അതിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു SCRT ചാപ്റ്റേഴ്സും നമ്മൾ തരുന്നുണ്ട്. അല്ലാതെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, LDC അങ്ങനെ കോമൺ ആയിട്ടുള്ള എക്സാമുകൾക്കുള്ള SCRT ചാപ്റ്റേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ക്ലാസ്സുകൾ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസായിട്ട് എടുക്കുന്നുണ്ട്. പോരാതെ തന്നെ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഫസ്റ്റ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗളത്ത് നിയമങ്ങൾ പാസ്സാക്കി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗളത്ത് നിയമങ്ങൾ പാസ്സാക്കി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗളത്ത് നിയമങ്ങൾ പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1919 അല്ലേ. നെക്സ്റ്റ്, ഗദ്ദർ പാർട്ടി അമേരിക്കയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു എന്നാണ്? ഏത് വർഷമാണ്? 1913 ഗദ്ദർ പാർട്ടി രൂപീകരിക്കുന്നത്. ആരാണ്? ലാല ഹർദയാലാണ്. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ്, CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. സ്വരാജ് പാർട്ടി രൂപീകരിച്ചതെന്നാണ്? 1923. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, BCAD ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി ഈ ഭാഗത്ത് നിന്ന് PSC പഠിക്കാനുള്ള SCRT ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം, ഹോം റൂൾ ലീഗ് മൂവ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ SCRT ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഈ ഒരു ചാപ്റ്ററിലാണ് ഹോം റൂൾ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. 1914 ആരംഭിച്ച 1ാം ലോക യുദ്ധത്തിൻ്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് ഇതിനെയാണ്? ഹോം റൂൾ ലീഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. അപ്പം ഈ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ ലീഡർ ചോദിക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ്. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ആനി ബസന്റ് മദ്രാസ്, അടയാറിലാണ് സ്ഥാപിക്കുന്നത്. എന്നാൽ ബാലഗംഗാധര തിലകോ പൂനെ, മഹാരാഷ്ട്രയിലാണ് സ്ഥാപിക്കുന്നത് കേട്ടോ. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഹോം റൂൾ ലീഗിൻ്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിൻ്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെൻറ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ 1916 ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1917 എന്ത് സംഭവിച്ചു? ഈ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്.
എന്നാൽ നെക്സ്റ്റ് ഇയർ 1917 ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ലീഡറായ ആനി ബസന്റ് INC പ്രസിഡൻ്റ് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ INCയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, INCയിലെ അധ്യക്ഷയായ ആദ്യത്തെ വനിത ആരാണ്? വനിത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വനിതയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാറും. ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 1919 റൗളത്ത് നിയമം നടന്നതെന്ന് പറഞ്ഞു അല്ലേ. ഈ റൗളത്ത് നിയമവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. റൗളത്ത് നിയമമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും പഠിച്ചിരിക്കേണ്ട പുതിയ SCERT ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ കേട്ടോ. 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഈ ഒരു ചാപ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ സമര രീതികളെ കുറിച്ചിട്ടും സമരങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ തന്നിട്ടുള്ളതാണ് കേട്ടോ. പുതിയ SCERT ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓരോ 10ാം ക്ലാസ്സിൽ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ക്ലാസ് 10 ക്ലാസ് 9 ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ. 1ാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗളത്ത് നിയമം പാസ്സാക്കി. എന്നാണ് റൗളത്ത് നിയമം പാസ്സാക്കുന്നത്? 1919. ഇത് പ്രകാരം എന്താണ് ഇതിൽ പറയുന്നത്? ഈ റൗളത്ത് നിയമത്തിൽ പറയുന്നത് എന്താണ്? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. എന്താണ്? വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ പൗരാവകാശങ്ങളെ തടയുന്ന ഈ റൗളത്ത് നിയമത്തിനെതിരെ ഒരു ഹർത്താൽ രൂപീകരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെന്താണ് വിളിച്ചത് ഗാന്ധിജി? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗളത്ത് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബ്, ലാഹോർ എന്നീ സ്ഥലങ്ങളിലാണ് റൗളത്ത് നിയമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ കൂടുതലും ശക്തി ആർജിച്ചത്. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രകാരം പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919. അപ്പോൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞു പോകാം. നേതാക്കളുടെ അറസ്റ്റിൽ, അതായത് എന്തിനെതിരെ? ഈ റൗളത്ത് നിയമത്തിനെതിരെയാണ് നേതാക്കന്മാർ പങ്കെടുത്തതെന്ന് പറഞ്ഞു അല്ലേ. ഇവരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻവാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡെയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തി. എന്താ പറയുന്നത്? 1919 ഏപ്രിൽ 13 എന്ത് നടക്കാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കാണ് അല്ലേ. അതായത് ഈ റൗളത്ത് നിയമത്തിനെതിരെ ഇവരെന്താണ് ഒരു പൊതുയോഗം നടത്താണ്. ആ സമയത്ത് ഒരു മുന്നറിയിപ്പും കൂടാതെ തന്നെ ബ്രിട്ടീഷ് പട്ടാളം വെടിവെക്കുകയാണ്. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ഇവർക്ക് പുറത്തു പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിൽ 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലാണ്. ബ്രിട്ടീഷുകാർ ഇറക്കിയിട്ടുള്ള കണക്കാണ്. അപ്പോൾ അതിനാൽ തന്നെ കുറവാണ് കൊടുത്തിരിക്കുന്നത്. 1000-ലധികം പേർക്ക് പരിക്കേറ്റു. അപ്പോൾ നമുക്ക് ഈ ജാലിയൻവാലാബാഗ്, അപ്പോൾ നമ്മൾ റൗളത്ത് നിയമം പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഹണ്ടർ കമ്മീഷൻ. എന്താണ്? ജാലിയൻവാലാബാഗ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഉണ്ടല്ലോ, ഇതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് എല്ലാവരെയും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അന്വേഷിക്കുക എന്നുള്ള രീതിയിൽ ഒരു കമ്മീഷൻ ഇറക്കുകയാണ്. അതാണ് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് സ്വരാജ് പാർട്ടിയെക്കുറിച്ച് പറയുന്നത് കേട്ടോ. സ്വരാജ് പാർട്ടിയെക്കുറിച്ച് നമുക്ക് നോക്കാം. നിസ്സഹകരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നു. നിസ്സഹകരണ സമരകാലം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സ്വദേശി അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വദേശിയൊക്കെ വരുന്നത് അല്ലേ. സ്വദേശി പ്രസ്ഥാനമൊക്കെ വരുന്നുണ്ട്. സ്വദേശി പ്രസ്ഥാനമൊക്കെ നമുക്ക് ആദ്യം തന്നെ വരുന്നുണ്ട്. 1900 നമുക്ക് ഏതാണ് വരുന്നത്?
ഈ ബംഗാൾ വിഭജനമൊക്കെ നടക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് സ്വദേശി പ്രസ്ഥാനം വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു സമരരീതി തന്നെയാണ് ഈ എന്തിലുണ്ടായിരുന്നത് തന്നെ സഹകരണ സമരത്തിലുണ്ടായിരുന്നത്. അതായത് സ്വദേശി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാൽ മതി, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിരോധിക്കണം എന്നൊക്കെ പറയുന്ന അല്ലേ, അവർക്കെതിരെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അല്ലേ, ബഹിഷ്കരണമാണ് കൂടുതലായിട്ട് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്ന CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. എന്നാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ഓക്കെ, അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നതാ. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? CR ദാസിൻ്റെയും മോത്തിലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിലാണ് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്താണ് ഈ സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക. എന്താണ്? നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുക. ഇതിനായി അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഭാഗമാണ് SCERT ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ അല്ലേ, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലും 10ഉം 8ഉം ആണ് കൂടുതലും ഇന്ത്യ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രധാനമായിട്ടും ചാൻസ്. കാരണം ഇത് രണ്ടെന്നാണ് പുതിയ SCERT ചാപ്റ്റർ ആണ്. അതുപോലെ തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കേരള ഹിസ്റ്ററിയും ഇന്ത്യ ഹിസ്റ്ററിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരം പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദർ പാർട്ടി ലാല ഹർദയാൽ, ശരിയാണോ? ശരിയാണ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ, തെറ്റാണ്. യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, അതും തെറ്റാണ്. ആസാദ് ഹിന്ദു ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്, ശരിയാണ് അല്ലേ. അപ്പോൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി യുഗാന്തർ പാർട്ടി ആരാണ്? ബരീന്ദ്ര ഘോഷാണ്. ബരീന്ദ്ര ഘോഷാണ് യുഗാന്തർ പാർട്ടി, ബരീന്ദ്ര ഘോഷാണ്. നമുക്ക് SCERT പാഠഭാഗം നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഈ 2 ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അനുശീലൻ സമിതി എന്ന് പറയുന്ന വിപ്ലവ സംഘടന സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ് അല്ലേ. നേതൃത്വം കൊടുത്തത് ആരാണ്? സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷുമാണ്. അനുശീലൻ സമിതി ബംഗാളിലാണ്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷാണ്. ഇനി ഭാരത് മാതാ അസോസിയേഷൻ എവിടെയാണ്? മദ്രാസിലാണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് യുഗാന്തർ പാർട്ടി ബംഗാളിലാണ്. റേഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് നേതൃത്വം കൊടുത്തത്. റേഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. നെക്സ്റ്റ് ഗദ്ദർ പാർട്ടി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ. അത് നമുക്ക് ഇയർ ആയിട്ടും ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരാ നേതൃത്വം കൊടുത്തതെന്നും ചോദിക്കാം. ഗദ്ദർ പാർട്ടി അമേരിക്കയിലാണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? ലാല ഹർദയാലാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ നമ്മൾ INA ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ളത് നമുക്ക് കണ്ടില്ലേ. ഒരു കോളം നമ്മൾ 2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ INA ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം 10ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററാണ്. അതിൽ പറയുന്നുണ്ട് INAയുടെ ലീഡർ ആരൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് INA രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INA നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്, ശരിയാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. നവജീവൻ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ് അല്ലേ. നവജീവൻ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. ഓക്കെ. നെക്സ്റ്റ് ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ, ശരിയാണ്. സമ്പാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്, തെറ്റാണ് അല്ലേ. സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടെ പത്രമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായ 2 പ്രസ്താവനകളാണ്. ശരിയായ 2 പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
എയും അതുപോലെ തന്നെ സിയും അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ പത്രവുമായി ബന്ധപ്പെട്ട് പഴയ SCERT 10ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഏതൊക്കെ ഓരോരുത്തരുടെ പത്രങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹിന്ദു സ്വദേശി മിത്രം ആരുടേതാണ്? ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. എന്തെന്ന് പറയുന്നത്? ഹിന്ദു സ്വദേശി മിത്രം എന്ന് പറയുന്നത് അല്ലേ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ്. അപ്പോൾ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നൗറോജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നൗറോജി. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. കണ്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ. നേഷൻ ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. അൽ ഹിലാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റേതാണ്. അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് നാം കണ്ടു മിസ്സിസ് ആനി ബസന്റിൻ്റേതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ കണ്ടു അല്ലേ. പിന്നെ യങ് ഇന്ത്യ ഹരിജൻ ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടേതാണ്. പിന്നെ ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നൗറോജി. സോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസ്സിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയാണ്. ഇനി നോക്കി നോക്കിയേ. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റാണ്. നമ്മൾ കണ്ടു. ഏതാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പത്രം പഠിച്ചത്? ഏതാണ്? അൽ ഹിലാലാണ് അല്ലേ. അൽ ഹിലാലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1992 ലഭിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഓക്കെ, അതും ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബിയും സിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ ഇയേഴ്സ് നോക്കണം അല്ലേ. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം എന്നാണ് 1936 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് 1942 ഇനി റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയതോ 1946. ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു 1931. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. DABC ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന SCERT ചാപ്റ്റർ നമുക്ക് നോക്കാം. 1930 ആണോ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്? 1930 1930 മാർച്ച് 12. ഓക്കെ. 10ാം ക്ലാസ്സിലെ പഴയ SCERT ചാപ്റ്ററാണോ കഴിഞ്ഞ SCERT ചാപ്റ്ററാണ്. അതിൽ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു
ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന INC സമ്മേളനം അല്ലേ. ഈ INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനത്തിലാണ് INC സമ്മേളനത്തിലാണ് എന്ത് പറയുന്നത്, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കണമെന്ന് പറയുന്നത് അല്ലേ. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് വെച്ചാൽ ഈ സിവിൽ നിയമങ്ങളൊക്കെ ലംഘിക്കുക എന്നതാണ്. അതായത് പ്രധാനമായിട്ടും വരുന്നത് ഇതൊക്കെയാണ്: ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. എന്തൊക്കെയാണ് അപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ? ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. അപ്പോൾ 1930 അദ്ദേഹം എന്ത് നടത്തുന്നത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്തുന്നത് അല്ലേ. ദണ്ഡി യാത്ര നടത്തുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നോക്കിയേ, നെക്സ്റ്റ് വരുന്നത് INA-യുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പുതിയ SCRT-യിൽ എവിടെയാണ് പറയണേന്ന് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഴയ SCRT-യിലും എന്ന് പറയുന്നുണ്ട്, INA-യെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. അപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരുടെ നമ്മൾ ആ ഒരു ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ചെറുമ്പടി ചെറുക്കയില്ലേ. അപ്പോൾ എന്താണ് ഫോർവേഡ് ബ്ലോക്ക് ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലേ. സുഭാഷ് ചന്ദ്രബോസ് ആ ഒരു പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആരേറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഈ 2 ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അല്ലേ. എന്താണ്? ഒന്ന് ഫോർവേഡ് ബ്ലോക്കും പിന്നെന്താണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അല്ലേ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ക്ലിയർ ആണല്ലോ. 1942 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് അഖിലേന്ത്യാ കിസാൻ സഭയെ കുറിച്ച് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. NG രംഗ് അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓൾ ഇന്ത്യൻ കിസാൻ സഭയാണല്ലേ. പിന്നീട് എന്തായിട്ട് മാറിയത്? അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ആദ്യം തന്നെ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് ആണ് സ്ഥാപിച്ചത് ലാഹോറിൽ. ആരാണ് സ്ഥാപിച്ചത്? NG രംഗ് അടക്കമുള്ള കുറച്ച് കർഷക നേതാക്കളാണ്. പിന്നീട് എന്തായിട്ട് മാറിയത്? അഖിലേന്ത്യാ കിസാൻ സഭ എന്നായിട്ട് മാറിയില്ലേ. അഖിലേന്ത്യാ, അതായത് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം നടക്കുന്നതെന്നാണ് 1936 1936. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഏതൊക്കെ വരാ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം അല്ലേ. ഇത് വരുന്നത് എത്രാമത്തെയാണ്? പുതിയ SCRT-യിൽ 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് വരുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ SCRT ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമുക്കപ്പോൾ നോക്കാം എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന,
ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ? ഇതൊക്കെയാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഇനി ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. അപ്പൊ മനസ്സിലായല്ലോ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ഇനി ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെറ്റാണ്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. ബ്രിട്ടന്റെ സഹായം കൊണ്ടാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചെന്ന് പറയുന്നു. അതും തെറ്റാണ്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. അത് ശരിയാണ്. അപ്പൊ ഇത് വരുന്നതും ആ ഒരു SCERT ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലയും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും സഹായം നൽകിയ രാജ്യത്തെയും കുറിച്ച് പറയുന്നത് കേട്ടോ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? ഒഡീഷയിലാണ്. സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ഇനി ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയാണ് സഹായിച്ചത്. റഷ്യയാണ് സഹായിച്ചത്. ഇനി ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. യുണൈറ്റഡ് കിങ്ഡം അല്ലേ, യുണൈറ്റഡ് കിങ്ഡം ആണ് സഹായം നൽകിയിട്ടുള്ളത്. ആരാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്. ഇനി ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡിലാണ്. സഹായിച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ എന്താണ്? ബ്രിട്ടനും ബ്രിട്ടൻ. അപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷ ജർമ്മനി, ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാൾ യുണൈറ്റഡ് കിങ്ഡം, ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ. മാനവശേഷി വികസനമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വരുന്നത് നമ്മുടെ SCERT നോക്കുമ്പോൾ പഴയ SCERT 8ാം ക്ലാസ്സിലെ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികളുടെ കാലയളവും ലക്ഷ്യവും തന്നിട്ടുണ്ട്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 മുതൽ 61 വരെ വ്യാവസായിക വികസനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി 3ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ 1961 മുതൽ 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. നെക്സ്റ്റ് 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെ സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നെക്സ്റ്റ് 4ാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 74 വരെയാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്ന് പറയുന്നതാണ് ലക്ഷ്യം. 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8ാം പഞ്ചവത്സര പദ്ധതി 1992-97 മാനവശേഷി വികസനം. 9ാം പഞ്ചവത്സര പദ്ധതി 1997-2002 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു ലക്ഷ്യം വരുന്നത്? കാർഷിക മേഖലയാണ്. 2ാമത്തേതിൽ വ്യവസായത്തിനാണ്. 3ാമത്തേതിൽ ഭക്ഷ്യസ്വയം പര്യാപ്തത. 4ാമത്തേത് സ്വാശ്രയത്വം, സ്ഥിരതയോട് കൂടിയ വളർച്ച. 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 6 കാർഷിക വ്യവസായ മേഖലകളിലെ അടിസ്ഥാന
സൗകര്യം മെച്ചപ്പെടുത്തൽ. 7 ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. 8 മാനവശേഷി വികസനം. 9 ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 10 മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11 മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12 സുസ്ഥിര വികസനം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 തെറ്റാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റ് SCERT പുതിയ SCERT 10ാം ക്ലാസ്സിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വതന്ത്രാനന്തര ഇന്ത്യ അല്ലേ. ഒരു ചാപ്റ്റർ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ബഹിരാകാശ ഗവേഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ ദൗത്യത്തെ കുറിച്ച് പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് പറയുന്നത് നമുക്ക് നോക്കാം. ബഹിരാകാശ ഗവേഷണം നോക്കുകയാണെങ്കിൽ 1969 ISRO രൂപീകരിക്കുന്നത്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് എന്നാണ് ISRO അല്ലേ. ISRO രൂപീകരിക്കുന്നതെന്നാണ് 1969. അതുപോലെ തന്നെ 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ ദൗത്യം വരുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1, 2, 3 അല്ലേ എന്നീ ചാന്ദ്ര പരീക്ഷണ ദൗത്യങ്ങൾ നടക്കുന്നുണ്ട്. 2013 മംഗൾയാൻ ദൗത്യം, 2013 മംഗൾയാൻ ദൗത്യം വരുന്നത്. അതുപോലെ തന്നെ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നത് എന്ത് കാരണമായിരുന്നു? ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ്. പിന്നെ ആദിത്യ L1 എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആദിത്യ L1 അല്ലേ. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നേരത്തെ കണ്ടത്. സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യം എന്താണ്? മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള അതാണ് എന്ന് പറയുന്നത് ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവിടെ പഠിക്കേണ്ടത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സമത്വവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? ബഹുമതികളാണ് അല്ലേ. ബഹുമതികളാണ്. ഈ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭരണഘടനാ നിർവ്വഹണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണ്? എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് അല്ലേ. US ഭരണഘടനയാണ്. നെക്സ്റ്റ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് വകുപ്പിലാണ്? ആൻസർ ഓപ്ഷൻ D ആണ്. 51A ആണ്. അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ D 7ാം പട്ടികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ഈ ഒരു കണ്ടൻസ് എല്ലാം വരുന്ന ഒരു SCERT ചാപ്റ്റർ നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കാം. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇവിടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ബ്രിട്ടനിലെ അവകാശങ്ങൾ സംബന്ധിച്ച് ബ്രിട്ടനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ അവകാശ പത്രിക കണ്ടു 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക.
എന്നാണ് ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26-നാണ് അല്ലേ? ഭരണഘടനാ ദിനം നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ SCERT ടെക്സ്റ്റ് ബുക്ക് 9ാം ക്ലാസ്സിലെ പഴയ SCERT ടെക്സ്റ്റ് ബുക്കിലും എന്ത് പറയുന്നുണ്ട്, ഈ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT ചാപ്റ്റേഴ്സ് അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന SCERT ചാപ്റ്റേഴ്സ് പഴയതും പുതിയതായിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നത് ആർട്ടിക്കിൾ 18-ലാണ് വരുന്നത്. ആർട്ടിക്കിൾസ് നമ്മുടെ SCERT എടുത്ത് പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് മാത്രം പറയുന്നുള്ളൂ. ആർട്ടിക്കിൾ എടുത്ത് പറയുന്നില്ല കേട്ടോ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ഭാഗം 4A ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 51A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഓക്കെ, 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഗതാഗതങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന 5 ചാപ്റ്റേഴ്സ് ഉണ്ട് 9ാം ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്റർ 7ാം ക്ലാസ്സിലുണ്ട്. അതുപോലെ തന്നെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 5ാം ക്ലാസ്സിൽ കേട്ടോ. ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരംഭിച്ച എവിടെ നിന്നാണെന്ന് നോക്കിയേ. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹാബാദിൽ നിന്ന് 10 കിലോമീറ്റർ യാത്ര അകലെയുള്ള 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ? ഓപ്ഷൻ A ആണ് അല്ലേ? അലഹാബാദ് മുതൽ നൈനി വരെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. അലഹാബാദ് മുതൽ നൈനി വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് അല്ലേ? ഇനി ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, അരേ സമാജം KP കറുപ്പൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന SCERT ചാപ്റ്റർ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗം വരുന്നത് 10ാം ക്ലാസ്സിലെ പഴയ SCERT 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. നമുക്ക് നോക്കാം. സാമൂഹിക പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം അല്ലെ? വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായ് എന്നിവയ്ക്കെതിരെ പോരാടി. ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പം വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ മരുമക്കത്തായിക്കെതിരെയൊക്കെയാണ് പോരാടിയിട്ടുള്ളത് അല്ലേ? ശ്രീനാരായണ ഗുരുവാണെങ്കിൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. കുര്യാക്കോസ് ഏലിയാസ് ചവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. ഇനി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജൻ സഭ. വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്?
ആരാണ് വില്ലുവണ്ടി സമരം? ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1792 മാർച്ച് 18. തെക്കേ ഇന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? വൈകുണ്ഠസ്വാമികൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കെ കേളപ്പൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. തെറ്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. ശരിയാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത്. ശരിയാണ്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ഭാഗം തന്നെ വന്നിട്ടുള്ള കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. ആ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതെന്നാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഇപ്പോഴാണ് ഒപ്പുവയ്ക്കുന്നത്? 1792. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കുവാൻ നിർബന്ധിതനായി. ഓക്കെ. 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ്? 1792. നമ്മൾ നേരത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും കണ്ടില്ലേ. അത് പഴയ SCERT ടെക്സ്റ്റ് ബുക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പുതിയ SCERT ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററിലും പറയുന്നുണ്ട് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സ്ഥാപകരെയും കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥനാ സമാജം ആരാണ്? ആത്മറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസോഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഒൽക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇതൊക്കെയാണ് പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസോഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഒൽക്കോട്ട്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഓക്കെ, ഇത് പുതിയ SCERTയിലാണ്. ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റർ തന്നെയാണ്. 8ാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്നാണ്. ഈ ഒരു ചാപ്റ്ററിലെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു SCERT പാഠഭാഗമാണ്. അതിൽ നിന്നും നന്നായി ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ നടന്ന പരീക്ഷയിൽ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഈ ക്ലാസ്സുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. കണ്ടോ, ഇത് പുതിയ SCERTയിൽ വരുന്ന ശ്രീരംഗപട്ടണം ഉടമ്പടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പഴയ SCERT ചാപ്റ്റർ കണ്ടു. ശ്രീരംഗപട്ടണം ഉടമ്പടി 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1792 മാർച്ച് 18. നോക്കി, കറക്റ്റ് ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. പുതിയ SCERTയിൽ കറക്റ്റ് ഡേറ്റ് പറയുന്നുണ്ട്. 1792 മാർച്ച് 18 മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 1792 മാർച്ച് 18. ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇനി നെക്സ്റ്റ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും. വൈകുണ്ഠസ്വാമികളെ കുറിച്ച് എന്താ പറയുന്നത്? നോക്കിയേ. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു. വിഗ്രഹാരാധനയുടെ യുക്തിരാഹിത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. സമത്വ സമാജമാരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനമാണ് അല്ലേ. നെക്സ്റ്റ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്രഥമ സ്ഥാനീയൻ. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ.
ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമെന്ന് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. സഹോദരൻ അയ്യപ്പൻ, മഹാകവി കുമാരനാശാൻ, ഡോക്ടർ പി പൽപു, ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു. പ്രസ്ഥാനം ഏതാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നെക്സ്റ്റ്, കുര്യാക്കോസ് ഏലിയാസ് ചവറ സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു. ഔഷധി അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. നെക്സ്റ്റ്, അയ്യങ്കാളി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി. വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു. പ്രസ്ഥാനം എന്നാണ് സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. മന്നത്ത് പത്മനാഭൻ നായർ സമുദായത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു. കേരളത്തിൽ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ നയിച്ചു. പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി. പൊയ്കയിൽ യോഹന്നാൻ ജാതീയത, അടിമത്തം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രസ്ഥാനം അരയ സമാജം. വി.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചു. യോഗക്ഷേമ സഭയാണ് പ്രസ്ഥാനം. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ. വാഗ്ഭടാനന്ദൻ യുക്തിയധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹം കണ്ടു അല്ലേ? വൈക്കം സത്യാഗ്രഹം നോക്കി. സവർണജാഥ നടത്തിയതാരാണ്? വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതിനെയാണ് സവർണജാഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. 1920 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നു നിന്ന് കടിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചത്. നെക്സ്റ്റ്, പാളയം സത്യാഗ്രഹം കണ്ടുല്ലേ? ക്വസ്റ്റ്യൻ എന്നാണ്? 1947-48 പാളയം സത്യാഗ്രഹം നടക്കുന്നത്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാളയം സത്യാഗ്രഹം. കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വസതിക്ക് മുന്നിലെ റോഡിലൂടെ നടന്നു പോകാൻ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു. ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടത്തിയ സമരമാണ് പാളയം സത്യാഗ്രഹം. സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദന മുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാളയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള നിയന്ത്രണം ഇല്ലാതായി. നെക്സ്റ്റ്, കുണ്ടറ വിളംബരം. തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാക്കണം എന്നാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വേലുത്തമ്പി ആഹ്വാനം ചെയ്ത് തിരുവിതാംകൂറിലെ ദളവയായിട്ടുള്ള വേലുത്തമ്പിയാണ്. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സമരത്തിനൊരുങ്ങാൻ വേണ്ടി വേൽത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇതൊക്കെ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നതാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു.
ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നു കൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് നമുക്ക് സയൻസ് നോക്കാം. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികൾ ശുഷ്കമാകുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വൈറ്റമിൻ ഡി ആണ്. ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതിൽ ജീവിതശൈലി രോഗങ്ങളും അടിസ്ഥാന ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് SCERT ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സിൽ തന്നെ 1-2 ക്ലാസ്സിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പുതിയ CRT ചാപ്റ്ററും പഴയ SCERT ചാപ്റ്ററും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻസിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ സയൻസിലെ 1ാമത്തെ ചാപ്റ്ററാണ്. അതിൽ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗം ഏതാണ്? നിശാന്തതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പും പറയുന്നുണ്ട്. അപര്യാപ്ത രോഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഓരോ വൈറ്റമിൻസിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അപര്യാപ്തത രോഗമാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത. വൈറ്റമിൻ ബി ആണെങ്കിൽ B1 മുതൽ B12 വരെയുണ്ട്. എന്നാലും നമുക്ക് തന്നിരിക്കുന്നതിൽ ബി മാത്രമേ ഉള്ളൂ. നമ്മുടെ SCERTയിൽ ബി മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ബി ആണെങ്കിൽ എന്താണ്? ഗ്ലോസിറ്റിസും വായ്പുണ്ണും, നാവീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. ഈ വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെങ്കിൽ സ്കർവിയാണ് ചോദിക്കാറുള്ളത് കൂടുതലായിട്ട്. വൈറ്റമിൻ ഡി മൂലം കണ എന്ന് പറയുന്ന രോഗവും ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗവും ഉണ്ടാകുന്നുണ്ട്. ഇനി അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അനീമിയ. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം എന്തുണ്ടാകുന്നു? ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നു. എന്താണ് അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചാൽ എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. നെക്സ്റ്റ് ഗോയിറ്റർ നോക്കുകയാണെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ ഇത് തൊണ്ടമുഴ എന്ന് പറയുന്നത്. തൊണ്ടമുഴ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കരീനമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഗിരിജയാണ് അല്ലേ. ഗിരിജ ഏതിൻ്റെയാണ്? ഗോതമ്പിൻ്റെതാണ്. പവിത്ര, ഹ്രസ്വ, ജയ എന്നിവ എന്താണ്? നെല്ലിൻ്റെ സങ്കരീനങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ പഴയ SCERT ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ പഴയ SCERT ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട സങ്കരീനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പുതിയ SCERTയിലൊന്നും സങ്കരീനങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ വായിച്ചു തരാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് തെങ്ങിൻ്റെ സങ്കരീനങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ ലക്ഷദ്വീപും ഓർഡിനറിയും പ്ലസ് എന്താണ്? ചാവക്കാട് ഓറഞ്ചാണ്. ഇനി ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ലക്ഷഗംഗ ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാ ബോധം. ഇനി എന്താണ്? നെല്ലിൻ്റെ ഇതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ നെല്ലിൻ്റെതാണ്. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന, സൂര്യശ്വേത, ഹരിത, നീലിമ. സൂര്യശ്വേത, ഹരിത, നീലിമ. തെക്കാളി, മുക്തി, അനഘ, അക്ഷയ. അപ്പോൾ എന്തൊക്കെയാണ്? നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതന, സൂര്യശ്വേത, ഹരിത, നീലിമ. തെക്കാളി, മുക്തി, അനഘ, അക്ഷയ. ഇനി പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തിയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസസ് റിസർച്ച്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. അപ്പോൾ ഇതൊക്കെയാണ് കേരള കാർഷിക സർവകലാശാല എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മണ്ണുത്തിയാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. ഓക്കെ, ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ് അല്ലേ. പ്രോട്ടോണും ന്യൂട്രോണുമാണ്.
9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് ആറ്റത്തിൻ്റെ ഘടന എന്നാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണിനെയും കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ SCERT ചാപ്റ്റർ നമ്മൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അതായത് 2019 മുതൽ PSC 2026 വരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു മോക്ക് ടെസ്റ്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണുമാണ് ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിലെ കണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണുമാണ്. പ്രോട്ടോണും ന്യൂട്രോണും അല്ലേ, ഒരാറ്റത്തിലെ ന്യൂക്ലിയസിൻ്റെ കണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പ്രോട്ടോണും ന്യൂട്രോണാണ്. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തുക എന്നാണ്, മാസ് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അക്ഷരം സൂചിപ്പിക്കുന്നത് A എന്നാണ് അല്ലേ, A എന്നാണ്. പിന്നെ മാസ് നമ്പർ കാണാനും ന്യൂട്രോണിൻ്റെ എണ്ണം കാണാനൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശവേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ഏതിനാണ് പ്രകാശവേഗം കൂടുതൽ? വായുവിനാണ് അല്ലേ. ഇത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തതാണ്. വായുവിലാണ് പ്രകാശവേഗത കൂടുതൽ. പ്രകാശവേഗത കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും സാന്ദ്രത കുറവുണ്ടായിരിക്കുക കേട്ടോ. പ്രകാശവേഗതയും സാന്ദ്രതയും ഇൻവേഴ്സ്ലി ആണ്. അതായത് പ്രകാശവേഗത കൂടാണെങ്കിൽ എന്ത് സംഭവിക്കും? സാന്ദ്രത കുറയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വായുവിന് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ജലമാണെങ്കിൽ 2.25, ഗ്ലാസ് 2, വജ്രം 1.25. ക്ലിയർ ആണല്ലോ. ഇതും 9ാം ക്ലാസ്സിലെ SCERT ആണ്, പഠിച്ചു വെച്ചിരിക്കുക. കണ്ടോ, നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. പ്രകാശിക സാന്ദ്രത കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഏതിനായിരിക്കും? വജ്രത്തിനായിരിക്കും അല്ലേ. പ്രകാശിക സാന്ദ്രത കൂടുതൽ വജ്രത്തിനായിരിക്കും. നെക്സ്റ്റ്, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഇതും നമുക്ക് നമ്മുടെ SCERT പറയുന്ന ഒരു ഭാഗം തന്നെയാണ്. അയിരുകളും ധാതുക്കളും പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് അല്ലേ കെമിസ്ട്രിയിൽ. ഓക്കെ, അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. 10ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ചാപ്റ്ററിൽ ലോഹങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, 6ാമത്തെ ചാപ്റ്റർ. അതിൽ പറയുന്നുണ്ട് ലോഹങ്ങളുടെയും അയിരുകളും രാസസൂത്രവും തന്നിട്ടുണ്ട്. നമുക്ക് അയിരുകൾ നോക്കാം. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ്, ഇരുമ്പ് ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ്. കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻഡ്സ്, കുപ്രൈറ്റ്. സിങ്ക് ബ്ലെൻഡ്, കലാമിനൊക്കെ റിപ്പീറ്റഡ് ആണ്. ഇനി ടിന്ന് കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോൺ. അപ്പോൾ അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹാമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ്, കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻഡ്സ്, കുപ്രൈറ്റ്. ഇനി സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, ടിന്ന് കാസിറ്ററൈറ്റ്, ടിൻ സ്റ്റോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതൊക്കെയാണ്? പക്ഷാഘാതം, ഫാറ്റി ലിവർ, ഹൃദ്രോഗമൊക്കെ എന്നാണ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ജീവിതശൈലി രോഗമാണ്. നമുക്ക് ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ 6ാം ക്ലാസ്സിൽ SCERT പറയുന്നുണ്ട്, പുതിയ ചാപ്റ്ററാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഏതാണ് വരുന്നത്? അമിതമായ ഉപ്പിൻ്റെ ഉപയോഗമാണ് അല്ലേ. ഇത് രണ്ടും എന്താണ്? ആ ഒരു SCERT ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിരിക്കുന്നതാണ്. എന്താണ് കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ? എന്താണ്? കൊഴുപ്പ് അടങ്ങിയ ആഹാര വസ്തുക്കൾ അല്ലേ. മൊത്തം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ 200 mg/dl ആണ്. എന്നാൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. അധികമുള്ള ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടി രക്തപ്രവാഹത്തിന് തടസ്സമാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ഓക്കെ, ഹൃദയാഘാതത്തിന് കാരണമാകുന്നത് എന്താണ്? ഇതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയാൽ അത് രക്തപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കും. നല്ല കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഹൃദയാഘാത സാധ്യത കുറയുകയാണ് ചെയ്യുക കേട്ടോ. വ്യായാമം ചെയ്താൽ ശരീരത്തിലെ ഈ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കും. അതുപോലെ മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, വിഷാദരോഗം, രക്തത്തിലുണ്ടാകുന്ന അമിത സമ്മർദ്ദം എന്നിവയൊക്കെ. ഇനി എന്താണ് രക്തസമ്മർദ്ദം? രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തം രക്തക്കുഴലുകളിലൂടെ ഒഴുകുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തികളിൽ ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. സ്വിഗ്മോ മാനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രക്തസമ്മർദ്ദം അളക്കുന്നത്. ഈ ഉപകരണത്തിൽ 120/80 ആണ് റീഡിംഗ് കാണിക്കേണ്ടത്. പുകവലി, പൊണ്ണത്തടി,
പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ സാധാരണ രക്തസമ്മർദ്ദ നിരക്കിൽ വ്യതിയാനം വരുത്തുന്നതിന് ഇടയാക്കുന്നു. പുകവലി, പൊണ്ണത്തടി, പൊട്ടാസ്യത്തിൻ്റെ കുറവ്, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രായാധിക്യം എന്നിവ. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ചിക്കൻ ബോക്സ് ആണ് അല്ലേ, ചിക്കൻ ബോക്സ് ആണ്. ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദ രോഗം, പ്രമേഹം എന്നിവയ്ക്ക് എന്താണ് അമിതമായ മാനസിക സമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? എങ്ങനെയാണ്? കൊതുകാണ് അല്ലേ, കൊതുകാണ്. ഇനി സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? ഏഡിസ് കൊതുകാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? മലേറിയ ആണെങ്കിൽ ഏതാണ്? അനോഫിലസ് കൊതുകാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന SCERT പാഠഭാഗം നമുക്ക് നോക്കാം. പകരുന്ന രീതികളും അതുപോലെ തന്നെ പരക്കുന്ന രോഗങ്ങളും തന്നിട്ടുണ്ട്. പഴയ SCERT ആണ്, 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. വായുവിലൂടെ പകരുന്നത് ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. അപ്പോൾ വായുവിലൂടെ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻ ഗുനിയ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. ഈ ചാപ്റ്ററിൽ സൂപ്പർ ബഗ്ഗിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ SCERT കഴിഞ്ഞ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ബഗ് കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. പഠിച്ചു വെച്ചിരിക്കുക. സൂപ്പർ ബഗ് ആണ് കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയുന്നതിനായിട്ട് വികസിപ്പിച്ചിട്ടുള്ളതെന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ശുചിത്വശീലങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടു അല്ലേ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ചെയ്യണം? ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈ കഴുകണം. ആഴ്ചയിലൊരിക്കൽ നഖം മുറിക്കണം. അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കാൻ സഹായിക്കാറുണ്ട്. രാത്രി പല്ല് തേക്കണം. അതുപോലെ തന്നെ അഴുക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. വഴിവക്കിൽ തുറന്ന് വെച്ച് വിൽക്കുന്ന പലഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ടോയ്ലറ്റിൽ പോയ ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. പഴങ്ങൾ കഴുകാതെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല. അതൊക്കെ എന്താണ്? ശുചിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് SCERT പാഠഭാഗത്ത് നിന്ന് ഈ അടുത്ത് നടന്ന LGSൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.